നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ട് അവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടവും വിജയങ്ങളും സർവേഷൻ കൊടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ മാറ്റങ്ങളുണ്ടായി. ധനാഭിവൃദ്ധിയും ധനൈശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്നൊരു കാലഘട്ടമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് സംരംഭങ്ങളിൽ വളരെയധികം വിജയങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന തടസ്സങ്ങൾ, കുടുംബ കലഹങ്ങൾ, വിഷമങ്ങൾ, മാനസിക ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദുരിതങ്ങളൊക്കെ അകലുന്നൊരു സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും പ്രാർത്ഥിക്കുക. ഈശ്വരനെ കൈകൂപ്പി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യങ്ങളും ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ദിനവും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, സർവേശ്വരൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കുറപ്പായും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ മാറി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നടക്കുന്നതായിരിക്കും. എന്തു തന്നെയും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുക. ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പൂജ കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. ഏതിനാലും അതിസമ്പന്ന യോഗങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുകയും ചെയ്യുന്ന അത്ഭുത നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ മകയിരം നക്ഷത്രക്കാരാണ്. ജീവിതത്തിൽ വളരെയധികം വിജയവും സ്വപ്നതുല്യമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. നിങ്ങളുടെ മനസ്സിലെ ഓരോ വിഷമതകളിലും നിങ്ങൾ ഈശ്വരനെ കൂടുതലായി അറിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം വിജയവും വളരെയധികം ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾ ഉറപ്പായും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക, കുടുംബത്ത് തിരി തെളിയിച്ച് പ്രാർത്ഥിക്കുക. എങ്കിൽ നമുക്ക് വളരെയേറെ ഐശ്വര്യങ്ങളും ജീവിത വിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിതങ്ങളൊക്കെയാണ് ഇവർക്ക് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഉറപ്പായും നിങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക, ശിവന് ധാര സമർപ്പിക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതായി കാണുവാൻ കഴിയുന്നതായിരിക്കും. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന സമയമാണ്. ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ മഹാദേവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതോടുകൂടി തന്നെ സാമ്പത്തിക അഭിവൃദ്ധികളും ദുരിത ശമനങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. എന്തു തന്നെയായാലും ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ ദിനവും 101 തവണ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിക്കുക. എന്ന മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വളരെയധികം അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും. നിങ്ങളുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും സങ്കടങ്ങളും നിർഭാഗ്യങ്ങളും എല്ലാം മാറി സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. പുണർദം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ ഒരു സമയമാണ് തുറക്കപ്പെടുന്നത്. ധാരാളം സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വെടിഞ്ഞ് സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തുയർത്തുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്.
പൂയം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയൊരു സാമ്പത്തിക അഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുത്ത് സന്താന സൗഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെ സമയമാണ്. പ്രാർത്ഥനകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ശക്തികളെല്ലാം പുറത്തു പോയി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ ലഭിക്കുവാൻ കാരണമായി തീരുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ആയില്യം നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യങ്ങളും നിധിഭാഗ്യങ്ങളൊക്കെ ധാരാളം കാണപ്പെടുന്ന സമയമാണ്. നിങ്ങൾക്ക് സമ്പത്തിന് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. നിങ്ങൾ ധനാപൂർത്തിയുടെ സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം അവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബന്ധങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. ഉറപ്പായി നിങ്ങൾക്ക് ധനാഭിവൃദ്ധികളും സാമ്പത്തിക ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ലഭിക്കുന്ന സമയമാണ്. ധാരാളം സൗഭാഗ്യ കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഉത്രം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമൊക്കെയാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും വെടിഞ്ഞ് നിങ്ങൾക്ക് സന്താന സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. മക്കളുടെ വിവാഹമൊക്കെ നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ മക്കളുടെ വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ്. ധാരാളം സൗഭാഗ്യവും കാര്യവിജയങ്ങളും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ദുഃഖ ദുരിതങ്ങളെല്ലാം പൂർണ്ണമായും വെടിഞ്ഞ് ധാരാളം സൗഭാഗ്യങ്ങളും ധാരാളം അവസരങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങളും വലിയ വലിയ ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. അടുത്ത അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്ര ജാതകരായി ജനിച്ചിട്ടുള്ളവർക്ക് വളരെയേറെ വിജയവും ധാരാളം സൗഭാഗ്യവും ഉയർച്ചകളും ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും വെടിഞ്ഞ് സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ധനാഭിവൃദ്ധിയുടെയും സമയമാണ് നിങ്ങൾക്ക് തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഈ കാലഘട്ടങ്ങളിൽ നേടിയെടുക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങളെ മനസ്സിലലട്ടുന്ന വിഷമതകൾ പൂർണ്ണമായും അസ്തമിക്കുന്ന സമയമൊക്കെയാണ്. ധാരാളം സൗഭാഗ്യവും ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കുവാനും കാരണമായി തീരുന്നതായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും സാമ്പത്തിക അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന സമയമാണ്. ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും നിങ്ങൾക്ക് ധാരാളം ലഭിച്ച് നിങ്ങൾ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതി നേടിയെടുക്കുവാൻ കാരണമായി തീരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വപ്നതുല്യമായ നേട്ടങ്ങളും സ്വപ്നതുല്യമായ ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ കുടുംബത്തെ ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും. ആ കുടുംബത്തിലൊരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുവാനുള്ള ഭാഗ്യങ്ങൾ പോലും നിലനിൽക്കുന്ന സമയമാണ്. വളരെയേറെ മികച്ച സമയത്തിലൂടെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത്. കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ബിസിനസ് രംഗങ്ങളിൽ ശോഭിക്കുവാൻ കഴിയുന്നതായിരിക്കും. മനസ്സിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളിൽ അലട്ടുന്ന മനസ്സുമായിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അത് തന്നെ ആയാലും ശരി, ഉറപ്പായും ഒത്തിരി ധനപരമായിട്ടുള്ള അഭിവൃദ്ധികളും ധനൈശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഉറപ്പായും എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.